ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. God's love is unconditional, sacrificial and transforming. റോമർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 8-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: നാം പാപികളായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു നമുക്കായി മരിച്ചു. നമ്മൾ ഒരാളെ സ്നേഹിക്കുമ്പോൾ അയാളെ കൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ ഇല്ലയോ എന്ന് നോക്കാറുണ്ട്. പ്രയോജനമുണ്ടെങ്കിൽ നമ്മൾ സ്നേഹിക്കും, ഇല്ലെങ്കിൽ ഇല്ല. പക്ഷേ യേശു ക്രിസ്തു ഒട്ടും പ്രയോജനമില്ലാത്ത നമ്മെ ഇത്രയേറെ സ്നേഹിച്ചു. അതുകൊണ്ടല്ലേ തൻ്റെ വിലയേറിയ ജീവൻ നമുക്കായി ക്രൂശിൽ യാഗമായി അർപ്പിച്ചത്. അപ്പോൾ ക്രിസ്തുവിൻ്റെ പിൻഗാമി അല്ലെങ്കിൽ ക്രിസ്തു വിശ്വാസി അഥവാ ക്രിസ്ത്യാനി ആണെങ്കിൽ ഈ ഒരു സ്നേഹം, അൺകണ്ടീഷണൽ ലവ്, സാക്രിഫിഷ്യൽ ലവ്, ട്രാൻസ്ഫോമിങ് ലവ്, ഈ സ്നേഹത്തെയാണ് നാം കൊടുക്കുവാൻ ശ്രമിക്കേണ്ടത്. ഒരു പക്ഷെ നാം അതിൽ ഫെയിൽ ആവുകയായിരിക്കും, പക്ഷെ എന്നാലും അറ്റ്ലീസ്റ്റ് വി ഷുഡ് ട്രൈ. നമ്മൾ അത് ശ്രമിച്ചിരിക്കണം. അപ്പോൾ ആ യേശു ക്രിസ്തുവിൻ്റെ ആ സ്നേഹത്തെ ഒന്നോർത്ത് നമുക്ക് ദൈവത്തെ പാട്ടിലൂടെ സ്തുതിക്കാം. പ്രാണപ്രിയ യേശുനാഥാ, ജീവൻ തന്ന സ്നേഹമേ, നഷ്ടമായി പോയ എന്നെ ഇഷ്ടമാക്കി തീർത്തനാഥാ, എന്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കാവലുകില്ല. എന്റേതെല്ലാം നിനക്കു മാത്രം, എന്നെ മുറ്റും തരുന്നീതാ.